ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. നടി ലക്ഷ്മി പ്രിയയ്ക്കും വനിതാ എസ്ഐക്കുമെതിരെ അൻസിബ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ എസ്ഐ രേഷ്മ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാരണം ഞാൻ വളരെ നിസ്സാരമായിട്ട് രണ്ടുപേര് തമ്മിൽ ഫോണിൽ 2 മിനിറ്റിൽ ഫോണിൽ തീരുമായിരുന്ന ഒരു പരാതി, ഒരു കാര്യം മോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്റെ ഫോണിലേക്ക് അയച്ചു എന്ന് ചോദിക്കുമ്പോൾ 2 മിനിറ്റിൽ അത് പറഞ്ഞു തീർക്കാമായിരുന്ന ഒരു കാര്യം പറയാനോ എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ തരാനോ തയ്യാറാകുന്നില്ല. 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്നത്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന അൻസിബ തന്നെ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. അൻസിബാസൻ, ലക്ഷ്മി പ്രിയയുടെ ആരോപണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, എന്താണ് പ്രതികരണം? ഞാൻ കുറച്ചൊക്കെ ഇപ്പൊ കേട്ടു. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പേര് പറഞ്ഞിട്ടില്ല. എന്റെ ധാർമ്മികതയുടെ പേരിലാണ് ഞാൻ പറഞ്ഞത്. ഒരു മതസ്ഥാപനവും കയറരുത്, ഒരു മതചിഹ്നവും കയറരുത്. അത് ഞാൻ ചിന്തിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. ഒരു മതചിഹ്നവും കയറരുതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ അവര് പറയുന്നത് കേട്ടു BJP-യുമായി ചേർന്നിട്ട് എന്നൊക്കെ, അങ്ങനെയൊന്നും ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റിസ് ഫോർ അൻസിബ എന്നൊന്ന് കമന്റ് ഇടുക എല്ലാവരും. അൻസിബ ഇഷ്ടപ്പെടുന്നവർ മാത്രം മതി, ആ പെണ്ണിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് ഉള്ളവർ മാത്രം ഇട്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. പിന്നെ ആ കൊച്ചിനെ ഇഷ്ടപ്പെടുന്നവരും ഒന്ന് ലൈക്ക് അടിച്ചു, പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു വിഷയത്തിൽ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അത് പരമാവധി ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ലക്ഷ്മി പ്രിയ 10 കോടി രൂപയാണ് ഇപ്പം നഷ്ടപരിഹാരമായിട്ട് കേസ് കൊടുക്കാൻ പോകുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണാത്തവർക്ക് വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് തരാം. വെറും 2 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നമാണ് ഇന്നിപ്പോൾ ഈ ലോകം മൊത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ലക്ഷ്മി പ്രിയ പറയുന്നത്. ഇവിടെ ആരാണ് കൊണ്ട് കേസ് കൊടുത്തത്? ആരാണ് ഇവിടെ എടുത്ത് ചാടിയത്? ഇവിടെ വന്നിട്ട് ഇപ്പോൾ BJP പാർട്ടി വരെ എടുത്തിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അൻസിബ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കഥകളൊക്കെ വന്ന് പറയുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ലക്ഷ്മി പ്രിയയ്ക്ക് എവിടെയോ ഒരു പിരി വെട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ വന്നിട്ട് ഈ ഒരു പ്രസ് മീറ്റിൽ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വെക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പെണ്ണിങ്ങനെ കാട്ടിക്കൂട്ടുമെന്ന് അൻസിബ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ ഇടയിലെല്ലാം നല്ല രീതിയിൽ കളി നടക്കുന്നുണ്ട്, നല്ല രീതി. ഇവിടെ ഇപ്പം സ്ത്രീ കാർഡ്, മെറ്റേ കാർഡ്, മറച്ചേ കാർഡ്, എല്ലാ കാർഡും ഇവിടെ ഇറക്കി കളിക്കുന്നുണ്ട് നല്ല രീതി. ആര്? ലക്ഷ്മി പ്രിയ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരി അത് എടുത്തുകൊണ്ട് പോയി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും കേസും കാര്യങ്ങളൊക്കെ പോകില്ല, എന്തായാലും ഇതും കൂടെ കിടക്കട്ടെ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഫേസ്ബുക്കിൽ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുമ്പോൾ കൂട്ടത്തിൽ ഹൈപ്പും കൂടെ. ഈ വീഡിയോ പരമാവധി ആൾക്കാരത്ത് പോകണം. ഇപ്പം ലക്ഷ്മി പ്രിയ കോണ്ടന്റ് ഈ പറയുന്ന അൻസിബ, ടിനി ടോമിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വ്യൂ ഒക്കെ കുറവാണ്. പിന്നെയും ഈ പറയുന്ന അൻസിബയുടെ ഭാഗത്ത് ന്യായമുണ്ട്. അപ്പം നമ്മളതാണ് ഡെയിലി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി ഒന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി. ആ ഒരു ഉപകാരം ചെയ്യാം. ഓക്കെ, എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് കൊടുത്തേക്ക്. നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലെ മേഡം ഈ പറയുന്ന അൻസിബയെ വിളിച്ചിട്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മോശമായിട്ടുള്ള രീതിയിലായിരുന്നു സംസാരിക്കുകയൊക്കെ ചെയ്തത്. അതിപ്പോൾ എല്ലാം തിരിഞ്ഞിപ്പോൾ അൻസിബയുടെ അടുത്ത് നേരെ വന്നുകൊണ്ടിരിക്കുക. അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാര്യത്തിലോട്ടൊക്കെ പോകാം. റിപ്പോർട്ടർ. നടി ലക്ഷ്മി പ്രിയയ്ക്കും വനിതാ എസ്ഐക്കുമെതിരെ അൻസിബ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ എസ്ഐ രേഷ്മ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരാതിയിൽ കേസെടുക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി തൃക്കാക്കര ACP കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. വ്യാജ പരാതിയുടെ മറവിൽ ലക്ഷ്മി പ്രിയയും വനിതാ എസ്ഐയും ചേർന്ന് തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു അൻസിബയുടെ പരാതി. ശരണോട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, അപ്പോ ആ കേസ് ഇല്ല അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ അത് കേസ് എടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ അൻസിബ 2 പേർക്കെതിരെയാണ് പരാതി ഉന്നയിച്ചിരുന്നത്. ഒന്ന് നടിയായ ലക്ഷ്മി പ്രിയയാണ്, ഇതിന് പുറമെ വനിതാ എസ്ഐയായ രേഷ്മ. അതായത് ലക്ഷ്മി പ്രിയയുടെ പരാതിയിൽ തന്നെ തൃപ്പൂണിത്തുറ വനിതാ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു അൻസിബയുടെ പരാതി. അൻസിബ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നത്. തൃക്കാക്കര ACP-യോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം അൻസിബയെയും ലക്ഷ്മി പ്രിയയെയും വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. ഇതിന് പുറമെ വനിതാ എസ്ഐയായ രേഷ്മയുടെ മൊഴിയെടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പരാതിയിൽ കഴമ്പില്ലെന്ന വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. പ്രധാനമായും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഇത്തരത്തിൽ ഈ രേഷ്മ, വനിതാ എസ്ഐയായ രേഷ്മ യാതൊരു വിധത്തിലും മാനസികമായി പീഡിപ്പിച്ചിട്ടില്ല, മോശമായി പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ്. കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കേസ് നിങ്ങൾക്കറിയാലോ പോലീസുകാർ എന്നാണ് സത്യം പറഞ്ഞിട്ടുള്ളത്? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ
ഇപ്പോഴാണെങ്കിൽ പോലും പോലീസിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ആര് ചെന്നാലും അവർക്ക് ഗുഡ് മോർണിംഗ് കൊടുക്കുക, തിരിച്ചും അതുപോലെ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഭയങ്കര വൈറലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പോലീസിന്റെ ഭാഗത്തൊരു തെറ്റ് പറ്റിയാൽ അവന്മാർ മറയ്ക്കാനേ ശ്രമിക്കത്തുള്ളൂ. പല കാര്യങ്ങൾ തന്നെ കസ്റ്റഡി മരണം തന്നെ എത്ര സംഭവിച്ചിരിക്കുന്നു. ആ മേഡം പിന്നെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. അതെന്തായാലും എനിക്ക് പണ്ടേ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന അൻസിബയ്ക്കെതിരെ അത് വരത്തുള്ളൂ എന്നുള്ള രീതിയിൽ. കാരണം അത് പോലീസുകാർക്കും കൂടെ ചേർന്ന് കൊടുത്തൊരു കംപ്ലൈൻ്റ് ആണ്. അത് പിന്നെ തിരിച്ചും മറിച്ചുമൊക്കെ ഉള്ള രീതിയിലേ പോകത്തുള്ളൂ. ഓക്കെ, ഇനി ലക്ഷ്മി പ്രിയ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കണം. ഇന്നലെ അൻസിബ കൊടുത്തത് എന്തായാലും ചേച്ചിക്കൊക്കെ നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു ഈ പറയുന്നത് ഇപ്പം വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ആ ഒരു പോർഷൻ നിൽക്കുന്നു വെച്ച് തരാം. പിന്നെ അൻസിബയുടെ വോയിസ് ഉണ്ട്. അൻസിബ ഇന്ന് ലക്ഷ്മി പ്രിയയുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഈ പറയുന്ന അൻസിബ വിളിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. വിലപ്പെട്ട സമയം ഇത്തരത്തിലൊരു അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതിൽ ഞാൻ കൂടി പങ്കാളിയാകേണ്ടി വന്നതിലുമുള്ള ക്ഷമയും കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താ എളിമ, എന്താ പക്വത, എന്താ 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 പറയാൻ അങ്ങോട്ട് വാക്കുകൾ കിട്ടുന്നില്ല. ആ കുലസ്ത്രീ ഇതാണ് സത്യം പറയാമല്ലോ. ഇപ്പോൾ ഒരു രാജഭരണമായിരുന്നെങ്കിൽ നമ്മുടെ റാണിയാവേണ്ട ഒരു വ്യക്തിയാണ്. ഒരു നാടിൻ്റെ തന്നെ രാജാവിനാണോ റാണി, എന്തെങ്കിലും ആട്ടെ, രാജാവിൻ്റെ പത്നി, അങ്ങനെ ആയാലും മതി. എന്തോ എളിമയാണ്. സാധാരണപ്പെട്ട ജനങ്ങളോടൊക്കെ ഇതുപോലെ ഇവരൊക്കെ ഇലക്ഷനൊക്കെ നിന്ന് കഴിഞ്ഞാലുള്ള നമ്മുടെ നാടേ രക്ഷപ്പെട്ടു പോകും. ആ രീതിയിലാണ് ഇവരുടെ സംസാരവും രീതിയും. ആ ബിഗ് ബോസ് കണ്ട സമയം നമുക്ക് നല്ല രീതിയിൽ അറിയാം. അയ്യോ, അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു സീനും കാര്യങ്ങളൊക്കെ. എൻ്റെ പൊന്നോ നമിച്ച് കേട്ടോ. പരാതി ഫേക്ക് ആണെന്ന് വന്നിട്ടില്ല. ഓ, അൻസിബയുടെ പരാതി തള്ളി നമ്മൾ ശരി കണ്ടാ കാണട്ടെ അങ്ങോട്ട്. അൻസിബ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒരാളല്ല ലക്ഷ്മിപ്രിയ. പക്ഷേ അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഇപ്പോഴും ആരവിടെ മതത്തെ പിടിച്ചിടുന്നത്? ഇവിടെ ആരാ മതത്തെ പിടിച്ചിടുന്നത്? ഒരിക്കലും ഞാനൊരു കാര്യം പറയാം, മേലാൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. മേലാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മീഡിയയോട് കൊടുക്കരുത്. ഇവിടുത്തെ ജനങ്ങൾ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ ഈ വീഡിയോ കാണുന്നവർ മുസ്ലിംസ് മാത്രമാണോ, അതോ ക്രിസ്ത്യൻസ് ആണോ, ഹിന്ദു ആണോ? എല്ലാവരും ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. ഇവിടെ അൻസിബയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതോ ചന്ദ്രിക ചേച്ചി, മാളവിക ചേച്ചി, എനിക്കറിയാം കമന്റിടുന്ന ഓരോ വ്യക്തികളെയൊക്കെ നമുക്ക് പേര് വരുന്ന സനിക ചേച്ചി, ഇവരൊക്കെ മുസ്ലിമാണോ? സനിക മുഹമ്മദ്, ചന്ദ്രിക അബ്ദുള്ള എന്നൊന്നും അല്ലല്ലോ പേരും കാര്യങ്ങളും ഒക്കെ. ഇവിടെ ജാതിയോ മതമോ നോക്കാതാണ് ഈ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ വായന ഇനി വല്ലതും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇവരെപ്പോലുള്ള ചില ആൾക്കാരുണ്ട്, ഇവരെപ്പോലുള്ള കുറേ ആൾക്കാർ മതം എടുത്തിട്ടിട്ട് ഇമാതിരി തോന്നിവാസ വർത്തമാനങ്ങൾ പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇച്ചിരി ഓവറാണ്. ലക്ഷ്മിപ്രിയ സംസാരിക്കേണ്ട രീതി ഇതൊന്നുമല്ല. ഇവിടെ മതം പിടിച്ചിട്ടില്ല. അപ്പം അൻസിബ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അന്ന് ടിനി ടോം മതത്തിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അൻസിബ എടുത്ത് പറയുന്നുണ്ട്. ഇപ്പം ലക്ഷ്മിപ്രിയ ആണെങ്കിലും പോലും സംസാരിക്കുന്നു. ഞാൻ ഉറച്ചു പറയാം, ഈ പറയുന്ന അൻസിബയുടെ കൂടെ നിൽക്കുന്ന ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളാണ് അവർ നിൽക്കുന്നത്. ഈ പറയുന്ന അൻസിബയുടെ ഭാഗത്ത് ന്യായമുണ്ട്. അതായത് സോഷ്യൽ മീഡിയ നമ്മൾ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കൂടുതലും തെളിവ് സഹിതം വെച്ച് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നത് ഇന്ന് അൻസിബ എല്ലാം പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവര് എന്താ ഇങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല. ഭാഗ്യം ഇലക്ഷന് നിൽക്കാഞ്ഞത്. വോട്ടർപട്ടിക പോലും പേരില്ലാതെ വന്നിട്ട് തന്നെ ട്രോള് മേടിച്ചിട്ട് പോയ എൻ്റെ പൊന്നോ. അഥവാ ഇവർക്ക് വോട്ടർപട്ടിക പേരുണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം ട്രോളായിരുന്നു മേടിച്ചാൽ. ഒരു കോമഡി പീസായി പോയനില്ല, ചക്ക കേസ് കിട്ടും ആയി പോയനില്ല. അഞ്ജലിയുടെയൊക്കെ അവസ്ഥ ഞങ്ങളുടെ MLA അതിനേക്കാളും വെറൈറ്റി സാധനം വന്നേനെ ഇവരായിരുന്നെങ്കിൽ. അതായത് ഞാൻ പരാതിയായിട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്, ഇതിന്റെ കാര്യം ഒന്ന് അന്വേഷിച്ച് പറയണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ കൊടുത്തത് ഒരു ഗൗരവമുള്ള പരാതിയാണെന്നും ഇത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് പരിഹരിക്കാവുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലേക്ക് പോയതും. ഒരു ഫോട്ടോ അയച്ചതിന്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനെ വിളിക്കുന്നത്. അതിന്റെ കാര്യം അറിയാൻ വേണ്ടി. ഇത് ഞാനൊരു കാര്യം പറയാം, ഒരു സ്ത്രീ എങ്ങനെയാണ് കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇവർ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്.
ശരിക്കും ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ത്രീ. ഇത് കണ്ടിട്ട് ആരും മിണ്ടരുത്. സോറി, ഇത് കണ്ടിട്ട് ആരും എന്താ പറയണ്ടേ വിശ്വസിക്കുകയോ ചെയ്യരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത്രയും നല്ലൊരു ഗൗരവമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടല്ലേ നമ്മളിത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുന്നത്. ഇവരാരാ മോള് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോൾ ഒന്ന് പീഡിപ്പിച്ച് കളയാന്നങ്ങ് കരുതി. കൊള്ളാം, എന്തായാലും നല്ല ഒന്നാന്തരം അഭിനേത്രി, അങ്ങനെ തന്നെ പറയണം. കംപ്ലൈന്റ് കൊടുത്തതും അല്ലാതെ എന്റെ പരാതി ഒരു കാര്യഗൗരവമുള്ള പരാതിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഒരു പരാതി എങ്ങനെയാണ് വ്യാജമാകുന്നത്? എങ്ങനെയാണ്? ഒന്നുകിൽ നമ്മൾ അവരെ പറ്റി അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കംപ്ലൈന്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യതയില്ലാത്തതും അവ്യക്തമായതുമാവണം, അല്ലെ, വ്യാജമായതാവണം. ഇത് രണ്ടും ഇല്ലല്ലോ. എനിക്ക് എന്താണോ വന്നിട്ടുള്ളത്, അൻസിബയിൽ നിന്നും എനിക്ക് എന്താണോ നേരിട്ടിട്ടുള്ളത്, ആ കാര്യം വെറും 4 വരിയിൽ ഞാൻ പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മുൻപ് ഞാൻ പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ അതിനൊരു പരാതിയായിട്ട് പോലും പറയാൻ പറ്റില്ല. എന്റെ ഒരു വിഷമം, എനിക്ക് അതുകൊണ്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ, അത് മാത്രമേ ഞാൻ എന്റെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനെ ഗൗരവപൂർണ്ണമായിട്ട് എടുക്കണമെന്നോ ചർച്ച ചെയ്യപ്പെടണമെന്നോ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടനയിൽ പോലും ഞാനത് പറയാതിരുന്നത്. ഇപ്പം ഈ കാര്യം ലോകമൊത്തം പറഞ്ഞല്ലേ, എന്താണ് ആ ഫോട്ടോ, ആരുമായിട്ടുള്ള ഫോട്ടോ എന്താണെന്ന് ഇപ്പം A to Z കാര്യങ്ങൾ ഇപ്പം ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ചേച്ചി കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരമല്ലേ ആ കേസ് കൊടുത്തപ്പോൾ ഈ അമ്മയുടെ വിഷയം വന്നപ്പോൾ അന്ന് ആ കേസ് കൊടുത്ത ഞാൻ പുള്ളിയുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ വലിയ മാസാന്ന് തോന്നും. പക്ഷെ എന്ത് ചെയ്യാനാ, പെട്ടുപോയില്ലേ. ചേച്ചി നൈസായിട്ട് അങ്ങ് പെട്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ചേച്ചി പറ, കേൾക്കട്ടെ. തീർച്ചയായിട്ടും ഞാൻ സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതായത് ഇത് എന്നോ കഴിഞ്ഞു പോയി, പരസ്പരം രണ്ടുപേരും ഷേക്ക് ഹാൻഡ് കൊടുത്ത് പോയ ഒരു കാര്യമാണ്. ക്ഷമ പറയുന്നുണ്ടോ എന്നൊരു ചോദ്യം മാത്രമാണ് നമ്മുടെ തൃപ്പൂണിത്തുറ വനിതാ സെൽ SI രേഷ്മ മാഡത്തിന്റെ ഭാഗത്ത് നിന്ന് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത്. ആകെ 20 മിനിറ്റ് സമയം മാത്രമാണ് അൻസിബയും ഞാനും എല്ലാവരും കൂടി ഒരുമിച്ച് മാഡവും ഒക്കെ കൂടി ഇരുന്ന് സംസാരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ അയ്യോ 3 മണിക്കൂർ അൻസിബ പറഞ്ഞു. ലക്ഷ്മി പ്രിയ വരുന്നതിനേക്കാളും 1/4 മണിക്കൂർ മുമ്പ്, 1.5 മണിക്കൂർ മുമ്പ് ഈ പറയുന്ന ലക്ഷ്മി പ്രിയ വന്നിട്ടുണ്ടായിരുന്നു. സോറി, അൻസിബ വന്നിട്ടുണ്ടായിരുന്നു. ഈ ലക്ഷ്മി പ്രിയയുടെ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോക്കകത്ത് ലക്ഷ്മി പ്രിയ പറയുന്നുണ്ട്, 1 മണിക്കൂറും 20 മിനിറ്റും ഇത്ര സെക്കൻഡുമാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെലവഴിച്ചു എന്ന് പറഞ്ഞ ലക്ഷ്മി പ്രിയക്ക് ഇപ്പം ഒരു 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല. എന്താ ലക്ഷ്മി പ്രിയ പിന്നെയും കള്ളം പറയണോ? ഇവിടെ ഓരോ വാക്കുകളും സൂക്ഷിച്ച് സംസാരിക്കണം. ലക്ഷ്മി പ്രിയക്ക് നിലപാടില്ലെന്ന് പലവട്ടം മനസ്സിലായിട്ടുള്ളൂ. പിന്നെ BB സമയത്ത് എങ്ങനെ ഇവരൊക്കെ പുറത്തു വന്ന് ആ റോബിൻ രാധാകൃഷ്ണനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒറ്റ കാര്യം കൊണ്ട് മാത്രം എൻ്റെ പൊന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. അൻസിബയുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും അൻസിബ പറഞ്ഞ മാതിരി റിപ്പോർട്ട് തയ്യാറാക്കാം എന്ന് പറയുകയും ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്. ബാക്കി 35 മിനിറ്റ് 20 സെക്കൻഡ് സമയത്തോളം എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുകയാണ് ചെയ്തത്. അത് വിലപ്പെട്ട റെക്കോർഡായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. നമ്മളുടെ നിരപരാധിത്വം അതിൽ തെളിയിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിച്ചു. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് എന്നോ കഴിഞ്ഞ ഒരു കാര്യമാണ്. ജനുവരി 30-ാം തീയതി കഴിഞ്ഞതാണ്. എന്നിട്ട് മെയ് പകുതിയോട് കൂടിയിട്ട് പുതിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പൊതു സമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ വലിയൊരു വിവാദമാക്കി കൊണ്ടുവന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും കൃത്യമായ അജണ്ടയുണ്ട്. അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത് ചേച്ചിയാണ് ഇതൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തത്. ആ ചേച്ചിയുടെ മണ്ടത്തരം, ഞങ്ങൾ അങ്ങനെ പറയത്തുള്ളൂ. നിങ്ങൾ അന്ന് മീഡിയയുടെ അടുത്ത് ഇതൊന്നും പറയാതിരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളായിരുന്നു. ഇവിടെ ടിനി ടോമും ഈ പറയുന്ന അൻസിബയും തമ്മിലുള്ള വിഷയത്തിൽ കയറി എൻ്റെ ദൈവമേ, ഓരോ സംസാരങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അൻസിബ ഈ പറയുന്നത് ഓപ്പണാണ്, പുള്ളിക്ക് നിയമമോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഈ നോട്ടീസോ കാര്യങ്ങളോ ഇല്ലാതെ പോകുന്നതിൻ്റെ ഒന്നും ഇവക്കൊന്നും അറിയത്തില്ല. പിന്നെ പുള്ളിക്കാരെ എല്ലാം ഓപ്പണായിട്ട് തുറന്നു പറയും. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇന്ന ആളുടെ പേര് സഹിതം വെച്ചിട്ട് ആ പുള്ളി പറയത്തുള്ളൂ. അതേ തൂങ്ങി പഠിക്കുന്ന നിങ്ങളെപ്പോലുള്ള കുറേ മണ്ടരായിട്ടുള്ള കുറേ ആൾക്കാർ. ഞാൻ അങ്ങനെ പറയൂ, ചേച്ചി പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചിയുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയല്ലോ. അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എന്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്, അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. കാരണം ഞാൻ വളരെ നിസ്സാരമായിട്ട് രണ്ടുപേര് തമ്മിൽ ഫോണിൽ 2 മിനിറ്റിൽ ഫോണിൽ തീരുമായിരുന്ന ഒരു പരാതി, ഒരു കാര്യം, മോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്റെ ഫോണിലേക്ക് അയച്ചു എന്ന് ചോദിക്കുമ്പോൾ 2 മിനിറ്റിൽ അത് പറഞ്ഞു തീർക്കാമായിരുന്ന ഒരു കാര്യം പറയാനോ എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ തരാനോ തയ്യാറാകുന്നില്ല. 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ പരാതി കൊടുക്കേണ്ടി വന്നത്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന അൻസിബ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഈ ഇത്തരത്തിലൊരു വലിയ സംഭവമാക്കി എന്റെ പ്രതിച്ഛായയെ ഇകഴ്ത്തുന്ന വിധത്തിൽ, എന്നിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ, എന്തിന് 10 വയസ്സുള്ള എന്റെ മകൾക്ക് ഏകദേശം എന്റെ പൊക്കമുണ്ട്, എന്റെ പൊക്കമുള്ള എന്റെ മകളെയും കൂടി അധിക്ഷേപിച്ചുകൊണ്ട് ആ കുട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. തൃപ്പൂണിത്തുറ എവിടെ സംസാരിച്ച്
അത് ഞാൻ ഇപ്പോഴാണല്ലോ അറിയുന്നത്. അൻസിബ എവിടെ സംസാരിച്ചെന്നാ ഈ പറയുന്നേ? ഒരിക്കലും ഉണ്ടാവത്തില്ല. ഇവര് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തള്ളിവിടല്ലേ. നിങ്ങളുടെ മകളെ എവിടെയാണ് തെളിയിച്ച്? ഞാനത് കണ്ടിട്ടില്ല. അങ്ങനെ വല്ല വീഡിയോസ് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് പറയാമോ? ഞാനത് കണ്ടില്ല. അയ്യോ, ഇനി എൻ്റെ കണ്ണിൻ്റെ വല്ല കുഴപ്പം വല്ലതും ആണോ? ഇനി വല്ല ക്ലിപ്പ് വല്ലതും മിസ്സായോ? എനിക്കൊരു ഡൗട്ട്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യും. അതങ്ങോട്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേച്ചിയുടെ കാര്യമായിട്ടൊന്നും പറയാനും പറ്റത്തില്ല ഗൈസ്. ഉള്ള കാര്യം പറയണോ? ഒരു മനുഷ്യർക്ക് വരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ ഇനമാണ്. കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് അൻസിബ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊള്ളാം. വനിതാ SI-യുടെ പിന്നെ മേശപ്പുറത്ത് ഇതേ മീഡിയാസ് നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേശപ്പുറത്ത് കയറി ഇരുന്ന് കളിച്ചു എന്ന് വരെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് എനിക്കെതിരെ വളരെ മോശമായിട്ട് ആ കുട്ടിയോട് പറഞ്ഞു എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. മേശപ്പുറത്ത് കയറി ഇരുന്ന് കളിച്ചു എന്ന് പറയുമ്പോൾ ഏത് അർത്ഥമാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്താ ലക്ഷ്മിപ്രിയ ഇങ്ങനെ ജയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയല്ലേ? അല്ലെങ്കിൽ ഓക്കെ, അതിൻ്റെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങളത് വെച്ചാൽ നല്ലതായിരിക്കും. ഞാനൊന്ന് തപ്പട്ടെ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇനി ഹസ്ബൻഡിന്റെ കാര്യം പറയുന്നേക്കാം. ഇത്തരത്തിലുള്ള എല്ലാ അധിക്ഷേപങ്ങളും ഞാൻ എല്ലാ മീഡിയയുടെയും റിപ്പോർട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ തന്നെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. എന്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്. അദ്ദേഹം മുഖാന്തരം ഞാൻ 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കും. അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ശരിക്കും അൻസിബയുടെ പ്രശ്നം ട്രിഗർ ആവുന്നത് ഞങ്ങൾ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിന്റെ, ഞങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടന, ഞങ്ങളുടെ സഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതിയാണ്. നമ്മുടെ കേരള സമൂഹം അമ്മ വലിയ ഫണ്ട് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ എന്തിനു ഫണ്ട് സ്വീകരിച്ചു എന്നുള്ളത് എവിടെയും പറയാത്തത് കൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്. സഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതി ഞങ്ങളുടെ ലൈഫ് ഡിസീസിനും അല്ലാതെയും മരുന്ന് കഴിക്കുന്ന അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിസിൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സഞ്ജീവനി പദ്ധതി. അമ്മ എന്ന് പറയുന്നത് പ്യോർലി ഒരു ചാരിറ്റബിൾ സംഘടനയാണ്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏത് ട്രസ്റ്റിൽ നിന്നും പണം സ്വീകരിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിന്റെ ഫണ്ട് സ്വീകരിച്ചു എന്നതാണ് അൻസിബ ആദ്യം ട്രിഗർ ചെയ്ത കാര്യം. അത് പറഞ്ഞുകൊണ്ട് എന്റെ ഫോണിൽ ഞാനത് പോലീസ് ഓഫീസേഴ്സിനും കൊടുത്തിട്ടുണ്ട്. അൻസിബ ഈ വെണ്ണല ക്ഷേത്രത്തിനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചല്ലേ. ആ ക്ഷേത്രത്തിലെ ഈ പറയുന്ന പല ആൾക്കാരുമായിട്ട് ശ്വേതാമേനോൻ്റെ ഹസ്ബൻഡിന് ചെറിയ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങളൊന്ന് ചർച്ച ചെയ്ത് പോയതാണ്. ഓക്കെ, അവിടാണ് സത്യത്തിൽ അന്വേഷിക്കേണ്ടത് കാര്യങ്ങളൊക്കെ. അവിടെ നിന്ന് ഒരു കൊച്ചമ്പലത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാ നടനും നടിമാരെല്ലാം വരുന്നുണ്ട്. ആ അമ്പലവും അവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ഗുണാണ്ടോട്ടല്ല നന്ദകുമാർ, അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. 75 ലക്ഷം രൂപ കൊടുത്തതും. പിന്നെ അൻസിബ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഈ യാത്ര, അതായത് ബാംഗ്ലൂരിലോട്ട് പോകുന്ന യാത്രയെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അവിടെയാണ് മെയിൻ തട്ടകം. ഇവിടെ ശ്വേതാമേനോൻ്റെ ഹസ്ബൻഡിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിപ്രിയയുടെ വായിന്ന് ഇപ്പം അമ്പലത്തിൻ്റെ പേരൊക്കെ വീണ്. മതചിഹ്നം അവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനുവരി 14-ാം തീയതി അൻസിബ അയച്ചിട്ടുള്ള സകല വോയിസ് മെസ്സേജസും ഞാൻ തൃക്കാക്കര ACPക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ അൻസിബയുടെ പ്രശ്നം ഒരു മതചിഹ്നം അവിടെ വരാൻ പാടില്ല. അമ്മ എന്ന് പറയുന്നത് കലാകാരന്മാരുടെ സംഘടനയാണ് അല്ലേ. ഞങ്ങൾക്ക് എന്ത് ജാതി, ഞങ്ങൾക്ക് എന്ത് മതം, ഞങ്ങൾക്ക് മുസ്ലിം സംഘടന ഫണ്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും, ക്രിസ്ത്യൻ സംഘടന ഫണ്ട് തന്നാലും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും. പിന്നെ അതേപോലെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഫണ്ടും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ആ ഫണ്ട് എന്ന് പറയുന്നത് വൈറ്റ് മണി ആയിരിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ. അപ്പൊ അന്ന് മുതൽ അൻസിബയ്ക്ക് പ്രശ്നം തുടങ്ങിയാണ്. അന്ന് എന്റെ പേര് അൻസിബ ഹസൻ എന്നായത് കൊണ്ട് എന്ന് പറഞ്ഞ് സംസാരിച്ച അൻസിബ അതേ വാക്കുകൾ തന്നെയാണ് ഈ മെയ് പകുതിയോട് കൂടിയിട്ട് ഇതേ മീഡിയാസിന്റെ മുന്നിൽ വന്നതെന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന് മുന്നിൽ കൃത്യമായ അജണ്ടയും വർഗീയവാദികളും അതിന്റെ പിന്നിലുണ്ട്, വർഗീയ ശക്തികളും ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അവിടെ സംശയിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. എന്തായാലും നമുക്ക് അൻസിബ പറയുന്നതും കൂടെ ഒന്ന് കേൾക്കാം. അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ. ഒരു മിനിറ്റ്. അയ്യോ, അൻസിബ പറയുന്നതിന്റെ ക്ലിപ്പ് എവിടെ പോയി? ഗൈസ് ക്ലിപ്പ് മിസ്സായോ ഗൈസ്? ഇല്ല ഗൈസ്, വെയിറ്റ് ചെയ്യും ഗൈസ്, ഇപ്പോഴത്തെ സെറ്റാക്കി തരാം. ഓക്കെ, ഇതാണ് ആ ക്ലിപ്പ്. നമുക്കതും കൂടെ ഒന്ന് കേട്ടിട്ട് എന്താണെന്ന് ബാക്കിയും കൂടെ തീരുമാനിക്കാം. ഓക്കെ, ചേരുകയാണ് അൻസിബാസൻ. ലക്ഷ്മിപ്രിയയുടെ ആരോപണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, എന്താണ് പ്രതികരണം? ഞാൻ കുറച്ചൊക്കെ ഇപ്പൊ കേട്ടു. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പേര് പറഞ്ഞിട്ടില്ല. എന്റെ ധാർമ്മികതയുടെ പേരിലാണ് ഞാൻ പറഞ്ഞത്. ഒരു മതസ്ഥാപനവും കയറരുത്, ഒരു മതചിഹ്നവും കയറരുത്. അത് ഞാൻ ചിന്തിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. ഒരു മതചിഹ്നവും കയറരുതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ അവര് പറയുന്നത് കേട്ടു BJPയുമായി ചേർന്നിട്ട് എന്നൊക്കെ, അങ്ങനെ ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ അമ്മയിലേക്ക് അയച്ച മെയിലൊക്കെ ഞാൻ പല മാധ്യമ പ്രവർത്തകർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു മതചിഹ്നവും അമ്മയിൽ കയറാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ടൈറ്റിൽ സ്പോൺസർഷിപ്പ് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ ഒരു പാർട്ടിയുടെ പേരും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ഞാൻ നിറവേറ്റിയിട്ടുള്ളത്.
അതിന്റെ മെയിൽ ഞാൻ ഓൾറെഡി ഞാൻ പല മാധ്യമ പ്രവർത്തകർക്ക് ഇതിന്റെ മുന്നേ അയച്ചു കൊടുത്തിട്ടുണ്ട്, അമ്മയുടെ അയച്ച മെയിൽ. അപ്പൊ എന്തിനാണ് അവരിങ്ങനെ ഒരു കള്ളം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഒരു പാർട്ടിയുടെ പേരൊക്കെ അതിൽ എടുത്തിട്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ വീണ്ടും അങ്ങനെ എന്തെങ്കിലും സന്ദേശങ്ങൾ അയച്ചിരുന്നോ ആ ഗ്രൂപ്പിലെങ്കിലും? ഒരിക്കലും ഇല്ല. ഞാൻ അയച്ച സന്ദേശം ഒരു മതചിഹ്നങ്ങളും കയറരുതെന്ന്, പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ പേരോ ഒന്നും ഞാൻ എഴുതിയിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എങ്ങനെയാണ് അവരങ്ങനെ പറയാൻ പറ്റുന്നത്? BJP എന്നുള്ളൊരു പാർട്ടിയൊക്കെ അവരിതിൽ പിടിച്ചിരുന്നത് എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു വാക്ക് ഞാൻ അയച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് ഞാൻ മെയിൽ അയക്കുകയോ വാട്സപ്പിൽ അയക്കുകയോ പറഞ്ഞ സന്ദേശമായി എന്തെങ്കിലും. ഇതിപ്പോ BJP പാർട്ടിയുടെ കൂടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ചേച്ചി കാണിക്കുന്ന ഒരു രീതിയാണ്. കാരണം അവർക്ക് വേണ്ടി ഇലക്ഷൻ നയിക്കാൻ നോക്കിയതല്ലേ. ചേച്ചി ഒരുപാട് നമ്പർ ഇറക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഇറക്കുന്നുണ്ട് ഈ ലക്ഷ്മി പ്രിയ. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായ അത്രയും കൂടെ നല്ലത്. ഓക്കെ, ഉണ്ടെങ്കിൽ അവർ കാണിക്കട്ടെ, ഇല്ലാത്ത കാര്യമൊക്കെ എന്തിനാ പറയണത്? ഇപ്പൊ 10 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് ലക്ഷ്മി പ്രിയ പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിലൊന്നും എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം ഞാൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ ഭയപ്പെടുന്നില്ല. ഇതിലുള്ള പ്രധാന കാര്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ അവർ അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പോ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ചേർത്തുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പോ ഒരു മെസ്സേജോ ഒരു മെയിലോ എന്തെങ്കിലും അവർ കാണിക്കട്ടെ. ഞാൻ അമ്മയിലേക്ക് അയച്ച മെയിൽ കൃത്യമായിട്ട് എന്റെ മെയിൽ ഐ ഡിയിലുണ്ട്. അമ്മയുടെ മെയിൽ ഐ ഡിയിൽ അവരത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ അത് അവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ അയച്ച മെയിലിൽ പരാതി എന്താണെന്നുള്ളത് കൃത്യമായിട്ടുണ്ടല്ലോ. അതുപോലെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് കൊണ്ടുവന്നത് പ്രസിഡന്റ് ശ്വേതാ മേനോനാണ്. അപ്പൊ അത് ഈ മതസ്ഥാപനത്തിന്റെ ട്രസ്റ്റി തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് ശ്വേതാ മേനോൻ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടാണ് സ്പോൺസർഷിപ്പ് ചോദിച്ചത്, അല്ലാതെ മതസ്ഥാപനം ഇങ്ങോട്ട് ഓഫർ ചെയ്തതല്ല. അത് ആ ട്രസ്റ്റി തന്നെ വ്യക്തമായിട്ട് ചാനലുകളിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തെയാണ് ഞാൻ എതിർത്തത്. അത് ഞാൻ എതിർത്തു എന്ന് പറയുന്നത് ഒരു മതസ്ഥാപനങ്ങളും കയറരുതെന്ന്. അങ്ങനെ പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പൊ ഇപ്പൊ ലക്ഷ്മി ചേച്ചി അവിടെ പാർട്ടിയുടെ പേരൊക്കെ എടുത്തു പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ഞാനൊരു BJP-ന്നോ CPM-ന്നോ കോൺഗ്രസ്-ന്നോ അങ്ങനെ ഒരു പാർട്ടിയുടെ പേര് ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തെളിവെങ്കിലും അവർ കാണിക്കട്ടെ. എന്തിനാ ഇങ്ങനെ നുണ പറഞ്ഞുണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അടുത്തത് വീണ്ടും എന്നെ വർഗീയവാദിയാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ വർഗീയപരമായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം പോകുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനെന്ന വ്യക്തി ഒരിക്കലും അങ്ങനെ ഇതുവരെ സംസാരിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ അൻസിബ ഇന്ന് വന്ന മറ്റൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഈ അൻസിബ ഉന്നയിച്ച ആരോപണങ്ങളിലൊന്നും കഴമ്പില്ല എന്ന നിലയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും തുടർ നീക്കം അൻസിബയുടെ? അങ്ങനെയാണെങ്കിൽ ലക്ഷ്മിപ്രിയ എനിക്കെതിരെ നൽകിയ പരാതിയിലും കഴമ്പില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ന്യൂസിൽ കണ്ടത്. അങ്ങനെ കഴമ്പില്ലാത്തൊരു പരാതിയുടെ പുറത്ത് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ എന്നെ എന്തിനാണ് വിളിച്ചു വരുത്തിയത്? എന്തിനാണ് എന്നെ അത്ര നേരം എത്തിയത്? ഞാൻ 10:00 10:45 കണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. അവൾ ചോദിക്കുന്ന പോയിന്റ് അല്ലേ, ഒരു കഴമ്പില്ലാത്തൊരു കേസിനെ എന്തിനാണ് അവളെ വിളിച്ചു വരുത്തിയത്? എന്തിനാ അവിടെ 23 മണിക്കൂർ? ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് കാര്യമല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ലക്ഷ്മിപ്രിയ വന്നിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് സത്യത്തിൽ ലക്ഷ്മിപ്രിയ ആരുടെയോ ബലത്തിലാണ് വന്നിട്ടുണ്ട് സംസാരിക്കുന്നത്. എന്തായാലും മുന്തിയ നടന്മാരുടെ സപ്പോർട്ടൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്ന അൻസിബയുടെ കൂടെ തന്നെയാണ്. ഞാൻ അവിടെ ചെന്ന ദിവസം ഞാൻ അവിടുത്തെ രജിസ്റ്റർ ബുക്കിൽ പേര് എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ആ പേജ് അവർ കീറി കളഞ്ഞിട്ടില്ല എങ്കിൽ ആ പേജിൽ എന്റെ പേര് 3 മണിക്കൂർ അവിടെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയെന്നാണ് അൻസിബ പറയുന്നത്. ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ടിൽ 1 മണിക്കൂർ മാത്രമാണ് കൂടുതലാണ് ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10:00 10:45 ഞാൻ അവിടെ എത്തിയിട്ട് എന്റെ ഐഫോണിലാണ് ഞാൻ ഈ മാപ്പ് എഴുതി ആ പേപ്പർ ഫോട്ടോ എടുത്തത്. 3 മണിക്ക് 3:10 ഞാൻ ആ ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ തന്നെ എത്ര മണിക്കൂറായി ആലോചിച്ച് നോക്കൂ. എന്റെ ഐഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഡേറ്റും സമയവും അതിലുണ്ടാവും. അത് ആർക്കും ഫേക്ക് ആയിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റൂല. ഐഫോണിൽ ഫോട്ടോ എടുത്താൽ അതിൽ കൃത്യമായിട്ടുള്ള ഡേറ്റും ടൈമും എല്ലാ ഐഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും. മറ്റു ഫോണുകളിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഞാൻ ഫോട്ടോ എടുത്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 3:10 ഞാൻ അവിടെ ചെന്നതിന്റെ തെളിവ് 10:00 10:45 എത്തിയത് ഞാൻ അവിടെ രജിസ്റ്റർ ബുക്കിൽ പേരെഴുതി ഒപ്പിട്ടത് തെളിവുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇനി എന്താണ് തുടർ നീക്കം? അതായത് ഈ റിപ്പോർട്ട് ഇങ്ങനെ പോലീസ് നൽകിയിരിക്കുകയാണ്, തൃക്കാക്കര ACP ആ നിലയിൽ, അതായത് അത് കഴമ്പില്ല എന്നുള്ള നിലയിൽ ആ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഇനി എന്താണ് തുടർ നീക്കം അൻസിബയുടെ? ഭയങ്കര വിഷമമുണ്ട്. കാരണം ഒരിക്കലും കേരളത്തിൽ അങ്ങനെ ഇൻഫ്ലുവൻസ് ഒന്നും നടക്കൂല എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ഞാൻ ഓക്കെ, അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ഇതുപോലെ, ഇന്നത്തെ ന്യൂസുകൾ ഇതൊക്കെയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഇനി ഇതെന്താണ്, എവിടെ ചെന്ന് അവസാനിക്കുന്നത്. എന്തായാലും ചേച്ചി 10 കോടി രൂപ എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടെ കുറെ യൂട്യൂബേഴ്സിനെതിരെ പണി കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ചേച്ചിയുടെ നേരത്തെ പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് 20 ലക്ഷം 16,000 രൂപയൊക്കെ തട്ടിയെടുത്തതിന്റെ കഥകളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അതിൻ്റെയൊക്കെ വെച്ചിട്ടായിരിക്കാം ചിലപ്പം. പക്ഷെ അതൊക്കെ മീഡിയക്കാർ ചോദിക്കേണ്ടതായിരുന്നു. ഓക്കെ, എന്തായാലും ഗൈസ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ പറയുന്ന അൻസിബയ്ക്ക് വേണ്ടത്. നിങ്ങളുടെ എന്താ തോന്നുന്നു വെച്ചാൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഗൈസ്.